ഞാൻ ബേസിക്കലി ഒരു കൃഷിക്കാരൻ്റെ മകനാണ്. എൻ്റെ അച്ഛൻ എൻ്റെ ചെറുപ്പകാലത്ത് ഒരു 150 പറക്കി കൃഷി നടത്തിയിരുന്ന ആളാണ്. അപ്പോൾ ഈ സോളാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പന്നിയുടെ കാട്ടുമൃഗങ്ങളുടെ ശല്യം തീരെ കുറവാണ്. കർഷകരെല്ലാം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അവരെല്ലാവരും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഞാൻ നിൽക്കുന്നത് ചേലക്കര മൂവാരിക്കുന്നത്താണ്. ഞാൻ ആകെ ഒരു പ്രശ്നത്തിൽ പെട്ടിരിക്കുകയാണ്. പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൃഗശല്യം. എൻ്റെ വളപ്പിൽ ഉള്ള എല്ലാ സാധനങ്ങളും പന്നിയും അങ്ങനത്തെ സാധനങ്ങൾ കുത്തി മലർത്തും. അപ്പോൾ അതിന് വേണ്ടി ഇലക്ട്രിക് വേലി ചെയ്യണം. അപ്പോൾ ഇലക്ട്രിക് വേലി ചെയ്യണ നല്ലൊരാളുണ്ടെന്ന് ഈ മൂവാരിക്കുന്നത്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആ ആളെ ഒരു ഷോപ്പിലേക്ക് നമുക്ക് പോവാം. ഇതാണ് കേട്ടോ ആ കട, ആ ഷോപ്പ്. ചേട്ടാ നമസ്കാരമുണ്ട്. പേരെന്താ? അതെ, ഞാനൊരു പ്രശ്നത്തിൽ പെട്ട് കിടക്കാം. കാരണം വേറെ ഒന്നല്ല, നമ്മളെ ഇവിടെ ഇലക്ട്രിക് വേലി ചെയ്യുന്നു. അപ്പോൾ ഞാനേ എൻ്റെ വളപ്പിൽ കംപ്ലീറ്റ് പന്നി വന്ന് കുത്തി മാറി. ഇലക്ട്രിക് വേലൊന്നും ചെയ്യാം, അതിനുള്ള എല്ലാ സൊല്യൂഷനും നമ്മളെ ഉണ്ട് അല്ലേ? അപ്പോൾ ഇത് ചെയ്ത സ്ഥലങ്ങളൊന്ന് കാണാൻ പറ്റുമോ? ഇതാണ് എൻ്റെ വളപ്പ്. ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ വളപ്പിൽ ഞാൻ ആദ്യമായിട്ട് ഇട്ടിട്ടുണ്ട്. സ്ഥലം പറയാ കുറുമല സ്കൂളിന്റെ അടുത്താണ്. കോളഞ്ചേരി കാടാണ് തൊട്ടപ്പുറത്ത്. കാടാണ്, പന്നികളാണ്. അതിന്റെ തൊട്ടപ്പുറത്ത് വാഴാനി കാടില്ലേ, ഈ കോളഞ്ചേരി കാട് കഴിഞ്ഞാൽ വട്ടുള്ളി, അത് കഴിഞ്ഞാൽ കാടുകൾ മൊത്തം കാടുകൾ കണക്ക്. അപ്പോൾ ഭയങ്കര മൃഗങ്ങളുടെ ശല്യം ഉണ്ടാവും. ഭയങ്കര പന്നിയുടെ ശല്യം, പന്നി മുള്ളം പന്നി രണ്ടിന്റെ ശല്യം നമുക്ക് ഒരുപാട് ഇവിടെ ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ വളപ്പിൽ തന്നെ ഇട്ടിട്ട്, ഇപ്പൊ നിങ്ങൾക്ക് കണ്ടറിയാം ഇത് എഫക്റ്റീവ് ആണെന്നുള്ളതിന് ഈ നിൽക്കുന്ന ചെടികളും ഇതൊക്കെ തന്നെയാണ് ഇതിന്റെ. എത്ര സെന്റ് സ്ഥലമുണ്ട്? ഇത് 2 ഏക്കറുണ്ട്. 2 ഏക്കർ ഉണ്ടല്ലേ? അത് ശരി. അപ്പൊ അതില് മൊത്തം നിങ്ങൾ കൃഷിപ്പണി തന്നെയാണ്? മൊത്തം കൃഷിപ്പണി തന്നെ. അപ്പൊ നമുക്ക് ഇനി ആ ചോട്ടിലത്തെ ഇതും കൂടി നല്ല ആദായമൊക്കെ നിങ്ങൾക്ക് കൃഷി ആദായം ആയിട്ടില്ല എനിക്ക്. ഇങ്ങനെ വെച്ചിട്ടുള്ളൂ, ഇപ്പൊ വെച്ചിട്ടുള്ളൂ. ഒരു പ്ലാസ്റ്റിക്കിന്റെ സ്റ്റിക്കാണ് ഈ പോള്. അല്ലെങ്കിൽ തുരുമ്പ് പിടിക്കില്ല, കേട് വരില്ല, എത്ര വർഷം നിന്നാലും. ഞാൻ ഗുജറാത്തിൽ നിന്ന് ഈ സാധനം വരുത്തിയിട്ട് നമ്മുടെ വളപ്പിലിട്ടാണ്. ഇനിയിപ്പോ അടുത്ത വർഷം തൊട്ട് ഇതിന്റെ ലൈഫ് നോക്കാൻ വേണ്ടിയിട്ടാണ് ടെസ്റ്റിംഗ് ആണ്. കാരണം അല്ലാണ്ട് കൊടുത്ത് ഒരു വർഷം കഴിയുമ്പോൾ ഈ സാധനം ഒടിഞ്ഞു പോയാൽ നമുക്ക് മോശം. അയ്യോ, ഭയങ്കര പെരുവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ നമ്മുടെ വളപ്പിൽ എന്ത് പ്രൊഡക്റ്റ് നമ്മൾ വന്നാലും നമ്മുടെ വളപ്പിലിട്ട് പരീക്ഷിച്ച് ഇതായിട്ട് ചെയ്യും. ഇനി വേറൊരു സാധനം കൂടെ ഉണ്ട്. അത് ഈ കമ്പിക്ക് പകരം ഒരു വയർ വരുന്നുണ്ട്. ആ വയറും ഞാൻ വലിച്ചിട്ട് 2 സ്ഥലത്ത് ഇട്ടുണ്ട് ടെസ്റ്റ് ചെയ്യാനായിട്ട്. വയറും ഉണ്ട് അതിന്? കമ്പി അല്ലാണ്ട് വയറുണ്ട്. അത് സ്റ്റീലിന്റെ SS-ന്റെ ഇത് മെറ്റീരിയലാണ്. അതുകൊണ്ട് അപ്പൊ ഇത് ഇട്ട് നോക്കിയേക്കുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. ഇത് എങ്ങനെ മഴക്കാലത്ത് നിൽക്കുമോ വേനൽക്കാലത്ത് പോവോ അങ്ങനെ നോക്കാം. ഇത് കഴിഞ്ഞാൽ ഇതിനെ നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ. ഇതിപ്പോ കണ്ടില്ലേ, എന്റെ വളപ്പ് ഇപ്പൊ കണ്ടില്ലേ. ഇനി അടുത്ത സ്ഥലത്തേക്ക് തോന്നൂർക്കരയില് ഇഷ്ടം പോലെ നമ്മൾ നെല്ലിനിട്ടുണ്ട്. അതാണ് ഇതിനെക്കാട്ടിലും ഹൈലൈറ്റ് ആയിട്ടുള്ള ഒരു സംഭവം. നെല്ലിനിട്ടുണ്ട്. അവിടുത്തെ ഒരു ആ 2-3 സൈറ്റ് നമുക്ക് പോയി കാണിച്ചു തരാൻ സ്ഥലം. നമ്മൾ ഇവരുടെ ഈ ഏരിയ ഫുള്ള് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ കാണുന്ന പാടം ഫുള്ള് ഒരൊറ്റ മെഷീൻ കൊണ്ട് നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. ഒറ്റ മെഷീൻ കൊണ്ട് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് അത്രയും ലാഭമാണ്. കാരണം ഇത് 2 മാസത്തേക്ക് വേണ്ടിയിട്ടായതുകൊണ്ട് നമ്മൾ മാക്സിമം കർഷകർക്ക് കോസ്റ്റ് കുറച്ച് എങ്ങനെ ഹൈ ടെക്നോളജി ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അല്ലേ? ഇതിപ്പോ ഏകദേശം എത്ര ഏക്കർ ഉണ്ടാവും? ഇത് 60 ഏക്കറുണ്ട്. 60 ഏക്കറിൽ ഒറ്റ മെഷീൻ. അപ്പോൾ അവർക്ക് അത്രയും ലാഭമാണ്. അപ്പോൾ ഇത് കുറെ കർഷകർ കൂടിയിട്ടുള്ള ഒരുമിച്ചുള്ള ഒരു ഇതാണ് അവരുടെ. അവർ ഒറ്റയ്ക്ക് ഒരാളുടെ അല്ല, അവര് ഒരു പാടശേഖരം അങ്ങനെ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ അവർക്ക് ചെറിയൊരു എക്സ്പെൻസ്, ഓരോ കർഷകർക്കും കുറച്ച് എമൗണ്ടിൽ. ഇത് അടുത്ത വർഷവും അങ്ങനെ ഉപയോഗിക്കാം. അടുത്ത വർഷം അത് ഉപയോഗിക്കാം അല്ലേ? നമുക്ക് സാധനങ്ങൾ സെറ്റിംഗ്സ് ആയിട്ടുണ്ട്. ഇതിന്റെ പ്രവർത്തനങ്ങളൊന്ന് പറയാൻ പറ്റും? ഇതിന്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 വോൾട്ട് 100 AH ഒരു ബാറ്ററിയാണ്. അത് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിലുള്ളതാണ് എനർജൈസർ എന്ന് പറയുന്നത്. അതാണ് ഈ സാധനം സപ്ലൈ പവർ കൊടുക്കുന്നത്. ഈ 12 വോൾട്ടിനെ 10,000 വോൾട്ടാക്കി മാറ്റുന്നത് ഇതാണ്. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് വർക്ക് ചെയ്യും. കണ്ണേട്ടനല്ലേ ഈ കമ്പി കെട്ടിയത്? ഇത് എങ്ങനെ കെട്ടിയത്? അതായത് എല്ലാവരും മറ്റേത് 5 രൂപയുടെ സാധനം വാങ്ങും. അത് വാങ്ങി കഴിഞ്ഞാൽ കെട്ടാം. ചിലപ്പോ നമുക്കിത് അതിന്റെ കാശിന്റെ ബുദ്ധിമുട്ടായതുകൊണ്ട്, നമുക്ക് കർഷകർക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് നമ്മൾ പൈപ്പ് മേടിച്ചിട്ട് ട്രിപ്പിന്റെ പൈപ്പ് തറക്കാൻ ചെയ്താക്കണം. ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്, കുഴപ്പമില്ല. എന്നാലും എർത്ത് പോകാണ്ടിരിക്കാനാണ് കുറ്റികളിലെ അതാണ് ഈ പൈപ്പ് വെക്കണം നമ്മള്. അപ്പൊ അതുകൊണ്ട് റൗണ്ട് ചെയ്തിട്ടുണ്ട്. എല്ലാം 60 ഏക്കറ മൊത്തം. സൂചി പഴുതില്ലാതെ മൊത്തം ചെയ്തിട്ടുണ്ട് റൗണ്ട്. അല്ലെങ്കിൽ ഒരു പഴുത് കിട്ടി കഴിഞ്ഞാൽ
അവര് കയറിയിട്ട് നേരത്തെ തലമുറ കൃഷിയിലേക്ക് വരുമ്പോ നിങ്ങൾക്ക് ഒരു സന്തോഷം കിട്ടില്ല തീർച്ചയായിട്ടും കാരണം ഒരുപാട് ആൾക്കാർ IT ലെവലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന അവര് നമുക്ക് തരുന്ന റെസ്പെക്റ്റും അതൊക്കെ ആലോചിക്കുമ്പോൾ നല്ല സന്തോഷം തന്നെയാണ്. നമ്മൾ ഇത്രയും ഇത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ എത്ര ലക്ഷം രൂപയാണ് ഇവരുടെ, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഒറ്റ ദിവസം കൊണ്ട് ഒരു കണ്ടൊക്കെ നശിപ്പിക്കും. അയ്യോ ഭയങ്കര അതൊന്നും ഇല്ലാതാകുമ്പോ അവരുടെ സന്തോഷം ഉണ്ടല്ലോ, അതാണ് നമ്മുടെ സന്തോഷം. അതുകൊണ്ടും കൂടിയാണ് നമ്മൾ ഈ ഫീൽഡിൽ ഇത് ചെയ്യുന്നത്. ഫാക്ടറി ഉണ്ട് അഹമ്മദാബാദിൽ. ഞാൻ അവിടെ പോയി അവരുടെ ഇത് റിപ്പയർ ചെയ്യാനുള്ള ട്രെയിനിങ്ങും കാര്യങ്ങളും അസംബ്ലി അടക്കം പഠിച്ച് തിരിച്ചു വന്നതിന് ശേഷമാണ് കൊമേഴ്സ്യലായിട്ട് ഇവിടെ കൊടുക്കുന്നത്. ഇപ്പൊ ഇതിന്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും ഞാൻ ചെയ്യും. നിങ്ങൾ ഇതിന്റെ പ്രാപ്തനായി. ഇതിന്റെ എന്ത് വർക്ക് ഉണ്ടെങ്കിലും നമ്മൾ എന്റെ സ്പെയർ മെഷീൻ ഉണ്ട്, ഞാൻ അത് കൊണ്ടുവയ്ക്കും. അതുകൂടി ചെയ്യേണ്ടത് അത് കൊണ്ടുവച്ച് കൊടുത്തിട്ട് ഈ മെഷീൻ കൊണ്ട് ഇതിന് എന്തെങ്കിലും കംപ്ലൈന്റ് ഞാൻ റിപ്പയർ ചെയ്ത് തിരിച്ചു കൊണ്ടുകൊടുക്കും. അതാണ്. അപ്പൊ നമുക്കൊരു അവിടെ ഒരു സാധനം കൂടി നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവർക്കൊരു ബുദ്ധിമുട്ട് ഇവർക്കൊരു കാരണം ഒരു ദിവസം മതി ഈ സാധനം നശിപ്പിക്കാൻ. ശരിയാ. അപ്പൊ നമ്മൾ ആ ഒരു റിസ്ക് അവർക്ക് അതാ പറഞ്ഞ ഒരു മെഷീനും കൂടി നമ്മുടെ കയ്യിലുണ്ട്. അത് നല്ലതാട്ടോ. ഈ വർഷമൊന്നും എനിക്ക് സ്പെയർ മെഷീൻ എവിടെയും വെച്ച് കൊടുക്കേണ്ടി വന്നിട്ടില്ല. അത്രയും നല്ല മെഷീനാണ്. അത്രയും നല്ല മെഷീനാണ്, നല്ല ക്വാളിറ്റിയുള്ള മെഷീനാണ്. ഇതിന് എല്ലാ വിധത്തിലുള്ള മാനുഫാക്ചർ ചെയ്യുന്നത് ഇത് അഹമ്മദാബാദ് ഗുജറാത്തിലാണ്. ഇതിന് എല്ലാ വിധത്തിലുണ്ട്. ഈ സീരിയൽ നമ്പർ കണ്ടു. ഈ സീരിയൽ നമ്പർ കിട്ടുന്ന വെച്ച് കഴിഞ്ഞാൽ ഗവൺമെന്റിന്റെ 306 എന്ന് പറയുന്ന ഒരു കോഡ്. ഇതിങ്ങനെ വെച്ചതിന് ശേഷം എങ്ങനെയുണ്ട് കാര്യങ്ങൾ? വെച്ചതിന് ശേഷം ഇതുവരെ ശല്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ കൊല്ലം ഇതേ സീസൺ പണിയുമ്പോൾ 1.5 ഏക്കറിനും ഇതായിരുന്നു നാശനഷ്ടം. ഈ ഒരു ഭാഗത്ത് മാത്രം ഉണ്ടായിരുന്നു. അത് ഏകദേശം നല്ല പൈസ നഷ്ടം വന്നു. 7 ദിവസം കൊണ്ടാണ് ഇത്രയധികം സ്ഥലം നശിപ്പിച്ച് പന്നികൾ വന്നിട്ടില്ല. കൃഷിഭവൻ വന്നിട്ട് അവരുടെ കണക്ക് പ്രകാരം 1 ഏക്കർ 60 സെന്റോളം നശിപ്പിച്ച് കളഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ച് നോക്കുമ്പോൾ ഈ കൊല്ലം ഇത് വെച്ചതിന് ശേഷം ഇതുവരെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സക്സസ് ആണ്. ഹാപ്പിയാണ്. വീട്ടിൽ കിടന്നുറങ്ങും ചെയ്യാൻ. മറ്റത് രാത്രി വന്ന് പടക്കം പൊട്ടിക്കലും ഇതൊന്നും ഇതിന് ശാശ്വതമായിട്ടുള്ള ഒരു പരിഹാരമല്ല. ഇതില്ലാതെ ഒന്നും മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഇവിടെ വെച്ചതിന് ശേഷം നല്ല റിസൾട്ട്. ഇവരുടെ സർവീസ് ഒക്കെ എങ്ങനെയുണ്ട്? നല്ല കുഴപ്പമില്ല. നമ്മളിപ്പോ ആദ്യമായിട്ട് പരിചയപ്പെട്ട ആൾക്കാർ, നമുക്ക് ഇതുവരെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല. നമ്മുടെ അവിടെ ഒരു പെട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. നമ്മളിങ്ങനെ സാധാ അങ്ങനെ ഒരു മത്തിപ്പെട്ടി പോലത്തെ അങ്ങനത്തെ വെച്ചിരിക്കുന്നത്. അത് മാങ്ങയുടെ മറ്റേ കേസില്ലേ, അതാണ് ആ സാധനം. അതെ അല്ലേ. ഇവിടെ വെച്ചിരിക്കുന്നത് ഈ നല്ല ഭംഗിയായിട്ട് ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. അതെന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അവർക്ക് കോസ്റ്റ് കുറയ്ക്കണം. കർഷകരെല്ലാം നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലാണ് അവരെല്ലാവരും. നല്ല ബുദ്ധിമുട്ടിലാണ്. അപ്പോൾ അവർ പറഞ്ഞു നമുക്ക് എത്രയും കോസ്റ്റ് കുറച്ചിട്ട് ചെയ്യാൻ പറ്റും അത്രയും കോസ്റ്റ് കുറച്ചാൽ 2 മാസത്തേക്കാണ് വേണ്ടു. അപ്പോൾ അതുകൊണ്ട് അവരോട് അങ്ങനെ പറഞ്ഞു. കൂടുതൽ വിവരങ്ങൾക്ക് രാമചന്ദ്രേട്ടൻ്റെ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സുഭാഷ് ഓൾവേസ് ഫ്രീ.